بسم الله الرحمن الرحيم. قل ادعوا الذين زعمتم من دون الله لا يملكون مثقال ذرة في السماوات ولا في الأرض وما لهم فيهما من شرك وما له منهم من ظهير ولا تنفع الشفاعة عنده إلا لمن أذن له حتى إذا فزع عن قلوبهم قالوا ماذا قال ربكم قالوا الحق وهو العلي الكبير. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1481 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 34-ാമത്തെ അധ്യായമായ സൂറത്ത് സബയിലെ 22-23 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ادعوا الذين زعمتم من دون الله لا يملكون مثقال ذرة في السماوات ولا في الأرض وما لهم فيهما من شرك وما له منهم من ظهير ولا تنفع الشفاعة عنده إلا لمن أذن له حتى إذا فزع عن قلوبهم قالوا ماذا قال ربكم قالوا الحق وهو العلي الكبير. صدق الله العلي العظيم. സൂറത്ത് സബയിലെ 22-23 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്ത് സബയിന്റെ തുടക്കം മക്കയിലെ സത്യനിഷേധികളെ വിശുദ്ധ ഖുർആന്റെ ആദ്യ തലമുറ അനുവാചകരെ അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുന്ന, ഈ പ്രപഞ്ചത്തിന് സകല കാര്യങ്ങളും അറിയുന്ന, എല്ലാറ്റിനെയും സൂക്ഷ്മമായി നിയന്ത്രിക്കുന്ന ഒരു സ്രഷ്ടാവും നിയന്താവും ഉണ്ട് എന്ന കാര്യം ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ളതാണ് ഈ സൂറത്തിന്റെ തുടക്ക ഭാഗത്തുള്ള ആയത്തുകൾ. ആ കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ആശയത്തിന് പിൻബലം നൽകുന്ന വിധത്തിലുള്ള 2-3 ചരിത്ര സംഭവങ്ങളാണ് തുടർന്ന് പരാമർശിക്കപ്പെടുകയുണ്ടായത്. ദാവൂദ് അലൈഹിസ്ലാമിനെയും സുലൈമാൻ അലൈഹിസ്ലാമിനെയും പരാമർശിച്ചതും അതിനെ തുടർന്ന് സബഅ് സമൂഹത്തിന്റെ ഉത്ഥാന പതനങ്ങളെ കുറിച്ച് ചില സൂചനകൾ വിശദമാക്കുകയും ചെയ്തതിനെ തുടർന്ന് വീണ്ടും ഈ സൂറത്തിന്റെ വിഷയം അള്ളാഹുവിന്റെ ഏകത്വത്തെ, അള്ളാഹുവിന്റെ പരമാധികാരത്തെ, അള്ളാഹു എന്ന അസ്തിത്വത്തെ പരാമർശിച്ചുകൊണ്ടും അത് സംബന്ധമായി മക്കയിലെ വിശേഷിച്ച് ഖുറൈശികൾ വെച്ചു പുലർത്തിയിരുന്ന നിലപാടുകളെ എത്രത്തോളം അടിസ്ഥാനരഹിതവും മൂഢവുമാണ് എന്നത് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് വീണ്ടും പ്രതിപാദ്യം ചെയ്യപ്പെടുന്നത് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നലെ നമ്മൾ പാരായണം ചെയ്ത ഭാഗം മുതൽ എന്ന് പറഞ്ഞാൽ 20-ാമത്തെ ആയത്ത് മുതൽ സംഭാഷണം ആ ഒരു രീതിയിലേക്കും ആ ഒരു വിഷയത്തിലേക്കും തിരിച്ചെത്തിയിരിക്കുകയാണ്. സൂറത്തിന്റെ തുടക്കം അങ്ങനെയായിരുന്നു. ഇപ്പോ ഒരു
ഒന്ന് രണ്ട് ഡൈഗ്രഷൻസ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന വിഷയങ്ങൾ വന്നതിന് ശേഷം വീണ്ടും വിഷയം അതിലേക്ക് തന്നെ, അല്ലെങ്കിൽ ഈ പ്രഭാഷണം അതിലേക്ക് തന്നെ തിരികെ എത്തുകയാണ്. വിശുദ്ധ ഖുർആന്റെ ശൈലി അങ്ങനെയാണല്ലോ. കഥാകഥനമുണ്ട്, ആശയങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തലുണ്ട്, ഒരു പ്രഭാഷണത്തിന്റെ സ്വഭാവമുണ്ട്, പലതും ഉണ്ട് അതിൽ. അത് ഏത് ജാനർ ആയിട്ട് പരിഗണിക്കപ്പെടാം എന്നത് പോലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പിടുത്തം തരാത്ത, മനുഷ്യനെ നിർവചിച്ച് പരിമിതപ്പെടുത്താൻ കഴിയാത്ത വിധത്തിലുള്ളതാണ് വിശുദ്ധ ഖുർആന്റെ ശൈലി എന്നത് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇവിടെ ഇന്നലത്തെ രണ്ടായത്തുകളെ തുടർന്ന് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു നിർദ്ദേശം നൽകുന്നതാണ് നമ്മൾ കാണുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നലെ നമ്മൾ പാരായണം ചെയ്ത രണ്ടായത്തുകളിലായിട്ട് അല്ലാഹു ഈ സത്യനിഷേധികളുടെ കാര്യത്തിൽ, വിശേഷിച്ച് മക്കയിലെ മുശ്രിക്കുകളായ ഖുറൈശി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ഇബ്ലീസിന് അവരുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ചില അനുമാനങ്ങളും ഊഹങ്ങളും ഉണ്ടായിരുന്നു. അത് സത്യമാണ് എന്ന് ഇബ്ലീസിന് ബോധ്യപ്പെട്ട ഒരു കാര്യം അല്ലാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ, നമുക്ക് ദൃശ്യനല്ലെങ്കിലും ഇബ്ലീസ് നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുകയോ നമ്മുടെ കാര്യങ്ങളിൽ അവസരം നോക്കി നിലകൊള്ളുകയോ ചെയ്യുന്നുണ്ട് എന്നൊരു സൂചനയാണ് ഇവിടെ നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത്. ഈ നിഷേധികളായ ആളുകൾക്ക് അല്ലാഹു വെച്ചിരിക്കുന്ന പരിണിതി എന്താണ്, അവര് ഏത് ദിശയിലേക്കാണ് നീങ്ങുക, ആത്യന്തികമായിട്ട് അവര് അല്ലാഹുവിന് വിധേയപ്പെടുന്ന വിജയികളുടെ കൂട്ടത്തിൽ പെടുമോ, അതല്ല അവര് തന്നെ പിൻപറ്റുന്നവരായിക്കൊണ്ട് പരാജിതരായി മാറുന്നു എന്ന കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ് ഇബ്ലീസ്. ഇബ്ലീസിന് ഇവരെ പാട്ടിലാക്കാൻ കഴിയും എന്ന അവരെ കുറിച്ചുള്ള ഒരു ഊഹം, അത് സത്യമായിട്ട് ബോധ്യപ്പെടുന്നു. അങ്ങനെ വൈകാതെ തന്നെ ഇബ്ലീസിനെ അവര് പിൻപറ്റുന്നു. അവരുടെ കൂട്ടത്തില് വളരെ പരിമിതമായ എണ്ണം ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും തന്നെ ഇബ്ലീസിനെ പിൻപറ്റുന്നവരായിട്ട് മാറുന്നു എന്ന കാര്യമാണ് അവിടെ പരാമർശിക്കപ്പെട്ടത്. അപ്പോ എന്നാൽ യഥാർത്ഥത്തിൽ ഇബ്ലീസിന് അവരുടെ മേൽ യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. ശക്തി ഉപയോഗിച്ചുകൊണ്ടോ കൽപ്പന നടത്തിക്കൊണ്ടോ ഒന്നും, ഒരു വിളംബരം നടത്തിക്കൊണ്ടോ ഒന്നും ഇബ്ലീസിന് അവരെ അനുയായികളാക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു അധികാരവും അവരുടെ മേൽ ഇബ്ലീസിന് ഉണ്ടായിരുന്നില്ല. എന്നാൽ അല്ലാഹു ആളുകളെ വിലയിരുത്തുന്നതിന്, പരീക്ഷിക്കുന്നതിന് ഒരു അവസരം സൃഷ്ടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പാരത്രിക ജീവിതത്തിൽ വിശ്വാസമുള്ളവരാര്, പാരത്രിക ജീവിതം എന്ന കാര്യത്തില് സംശയവുമായിട്ട് കഴിയുന്നവരാ എന്ന വിധത്തിൽ ആളുകളെ വേർതിരിക്കുക എന്ന ഒരു താല്പര്യം പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അല്ലാഹു അവസരം സൃഷ്ടിച്ചു എന്നേ ഉള്ളൂ. ഓരോരുത്തരും വിജയി ആയി മാറുന്നുവെങ്കിൽ ആ വിജയത്തിന്റെ സാധ്യത, പരാജയപ്പെടുന്ന ആളായി മാറുന്നുവെങ്കിൽ ആ പരാജയത്തിന്റെ സാധ്യത ഒക്കെ സ്വയം തെരഞ്ഞെടുത്ത് പ്രയോഗത്തിൽ കൊണ്ടുവന്നതാണ് എന്നതാണ് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. ഇബ്ലീസിന് പ്രത്യേകിച്ച് അവരെ അങ്ങനെ തന്നെ ആക്കിയെടുക്കണം എന്ന് വാശി പിടിച്ചതുകൊണ്ടൊന്നും അത് നടന്നോളുന്നില്ല. അങ്ങനെയുള്ള ഒരു സുൽത്താനും ഒരു അധികാരവും ഇവരുടെ മേൽ ഇബ്ലീസിന് അല്ലാഹു നൽകിയിട്ടുണ്ടായിരുന്നില്ല. അവര് സ്വയം അതിനുവേണ്ടി സന്നദ്ധരായി ആ വിധത്തില് മനസ്സ് ചായ്വുള്ളവരായി മാറിയാൽ മാത്രമേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യം. അതിനെ തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അതിലെ കാര്യങ്ങൾ അല്ലാഹു
മുന്നോട്ട് വെക്കുന്നത്. ഖുൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഖുൽ എന്ന് പറഞ്ഞാൽ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ആവശ്യപ്പെടുകയാണ്. തന്റെ ചുറ്റുപാടുമുള്ള മക്കയിലെ ഈ ഖുറൈശി സമൂഹത്തോട് അല്ലെങ്കിൽ മുശ്രിക്ക് സമൂഹത്തോട് പറയുക, ഖുൽ ഉദുഉല്ലദീന സഅംതും മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങളുടെ ആരാധ്യന്മാരായി അവകാശപ്പെട്ടുകൊണ്ടിരുന്ന കക്ഷികളുണ്ടല്ലോ, നിങ്ങൾ അവരെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ. ഇതാണ് ഒന്നാമത്തെ നിർദ്ദേശം. ഈ മുശ്രിക്കുകളോട് പറയാൻ വേണ്ടി അല്ലെങ്കിൽ അവരോട് നിർദ്ദേശിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്, അള്ളാഹുവിന് പുറമെ ആരാധ്യരായി പലരും ഉണ്ട്, അവർക്കൊക്കെയും ദിവ്യത്വത്തിൽ പങ്കുണ്ട്, അവരൊക്കെയും ദൈവങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ദിവ്യത്വത്തിൽ പങ്കുള്ളവരാണ് എന്നതാണല്ലോ നിങ്ങളുടെ വാദം. അങ്ങനെയെങ്കിൽ ഉദുഉല്ലദീന സഅംതും മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ ഇങ്ങനെ ദിവ്യത്വത്തിൽ പങ്കാളിത്തമുണ്ട് എന്ന വിധത്തില് നിങ്ങൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഈ ആരാധ്യരുണ്ടല്ലോ, നിങ്ങൾ അവരെ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക. എന്നാൽ ലാ യംലികൂന മിസ്ഖാല ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, ആകാശങ്ങളിൽ ഒരു അണുവിന്റെ തൂക്കം പോലും അവര് ഉടമപ്പെടുത്തിയിട്ടില്ല, അവരുടെ ഉടമസ്ഥതയിലില്ല. ഇതാണ് അള്ളാഹു ഒരു വസ്തുത വെളിപ്പെടുത്തുന്ന വിധത്തിൽ തുറന്നു പറയുന്നത്. അള്ളാഹുവിനോടൊപ്പം നിങ്ങൾ ആരാധ്യന്മാരായിട്ട് കാണുന്ന നിങ്ങളുടെ ഈ ദിവ്യന്മാർ, നിങ്ങൾ ദിവ്യത്വത്തിൽ പങ്കുള്ളവർ എന്ന് സങ്കല്പിക്കുന്ന ആളുകൾ, അവരെ നിങ്ങളൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ, അല്ലെങ്കിൽ അവരോടൊന്ന് വിളിച്ച് സഹായം തേടി നോക്കൂ. യഥാർത്ഥത്തിൽ അവരുടെ അവസ്ഥ എന്താണ്? ലാ യംലികൂന മിസ്ഖാല ദർറത്തിൻ, ഒരു ദർറത്തിന്റെ തൂക്കം പോലും ഈ ആകാശങ്ങളിൽ ഈ പ്രപഞ്ചത്തിൽ അവരുടെ ഉടമസ്ഥതയിലില്ല. ഈ പ്രപഞ്ചത്തിലെ സകല സംഗതികളും അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ഈ പ്രപഞ്ചത്തിലെ ഒരു ഏറ്റവും ചെറിയ ഒരു കണികയുടെ തൂക്കമെങ്കിലുമുള്ള ഒരു വസ്തു പോലും നിങ്ങളുടെ ഈ ആരാധ്യന്മാരായിട്ട് നിങ്ങൾ കരുതുന്ന ആളുകളുടെ കയ്യിലില്ല. അവർക്ക് അതിൽ യാതൊരു ഉടമസ്ഥതയുമില്ല. വലാ ഫിൽ അർദ്, ഭൂമിയിലുമില്ല. ഭൂമിയില് ഒരു കണികയെങ്കിലും ഒരു ആറ്റമിന്റെ തൂക്കമെങ്കിലുമുള്ള ഒരു സംഗതി പോലും അവരുടെ ഉടമസ്ഥതയിലില്ല. ആകാശത്തില് ഒട്ടുമേ ഇല്ല. ഇതാണ് അള്ളാഹു അതിനിടക്ക് വെച്ചൊരു വാചകം പറയുന്നത്. നിങ്ങൾ ആരാധ്യന്മാരായി കരുതുന്നവരെ നിങ്ങളൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ, സഹായം തേടി നോക്കൂ. എന്നാൽ വസ്തുത ആകാശങ്ങളിലോ ഭൂമിയിലോ ഒരു ആറ്റമിന്റെ ഭാരമെങ്കിലുമുള്ള ഒരു വസ്തുവും അവരുടെ ഉടമസ്ഥതയിലായിട്ട് ഇല്ല. അവർക്ക് അതിന്റെ മേൽ യാതൊരു ആധിപത്യവും നിയന്ത്രണവും സ്വാധീനവും ഒന്നുമില്ല. ലാ യംലികൂന മിസ്ഖാല ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്. തുടർന്ന് പറയുന്നത് വമാ ലഹും ഫീഹിമാ മിൻ ശിർക്കിൻ. ഇനി ഈ രണ്ടിന്റെയും സൃഷ്ടിപ്പില് അവർക്കൊരു പങ്കുമില്ലതാൻ. അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചപ്പോ, അള്ളാഹു ഈ പ്രപഞ്ച സാകല്യത്തെ രൂപകൽപ്പന ചെയ്തപ്പോ അവയിലൊന്നും തന്നെ ഒരു പങ്കും ഇവര് വഹിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ആ സൃഷ്ടി പ്രക്രിയയില് ഞങ്ങളും കൂടിയിരുന്നു, ഞങ്ങളുടെയും സാന്നിധ്യം അതിലുണ്ടായിരുന്നു, ഞങ്ങളുടെയും സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന്
നിങ്ങളുടെ ഈ ആരാധ്യന്മാർക്ക് ഒരിക്കലും പറയാൻ കഴിയുകയില്ല. അതിലൊരു മണൽത്തരി പോലും വേണ്ട, മണൽത്തരിയെ പിളർത്ത് ഒരുപാട് കണികകളാക്കി മാറ്റിയാൽ അതിലൊരു കണിക പോലും അവരുടെ ഉടമസ്ഥതയിലുള്ളതല്ല. ഇനി അവർക്ക് ഉടമസ്ഥതയില്ല എന്നുള്ളത് മാറ്റിവെക്കാം, അതിന്റെ സൃഷ്ടിപ്പിൽ അവർക്ക് വല്ല പങ്കുണ്ടോ? അള്ളാഹുവിനോടൊപ്പം അവരും രംഗത്തുണ്ടായിരുന്നോ ഇവയുടെ സൃഷ്ടിപ്പില്? അള്ളാഹു വ്യക്തമാക്കുന്നത് വമാലഹും ഫീഹിമ മിൻ ശിർക്കിൻ, ഈ രണ്ടിന്റെയും, ആകാശങ്ങളുടെയും ഭൂമിയുടെയും കാര്യത്തില് അവർക്ക് യാതൊരു ശിർക്കും ഉണ്ടായിരുന്നില്ല, അവർക്ക് യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ, ഈ പ്രപഞ്ച സംവിധാനത്തിന്റെ രൂപകൽപ്പനയില് അള്ളാഹുവിന് പുറമെ ഇവര് ആരാധ്യന്മാരായി കാണുന്നവർക്ക് യാതൊരുവിധ പങ്കും ഉണ്ടായിരുന്നില്ല. അതിന്റെ നിർമ്മാണത്തിൽ, അതിന്റെ സൃഷ്ടിപ്പില്, രൂപകൽപ്പനയിലൊന്നും അവർക്കൊരു റോളും ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല വമാലഹു മിൻഹും മിൻ ലഹീർ, അവരിൽപ്പെട്ട ഒരാള് പോലും അവന്റെ സഹായിയായിട്ടും രംഗത്തുണ്ടായിരുന്നില്ല. അള്ളാഹു ഇവരിൽ ആരെയെങ്കിലും ഒരാളെ ഈ പ്രപഞ്ച സംവിധാനം അല്ലെങ്കിൽ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന ആ പ്രക്രിയയിൽ സഹായിയായിട്ട് കൂടെ കൂട്ടിയിരുന്നില്ല എന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. വമാലഹു മിൻഹും, അവരിൽ ഒരാള് പോലും അവന് ഉണ്ടായിരുന്നില്ല മിൻ ലഹീർ, ഒരു സഹായിയായിട്ട്. ഇവരുടെ ആരുടെയും സഹായം പ്രയോജനപ്പെടുത്തിക്കൊണ്ടല്ല അള്ളാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ളത്. അതിലൊന്നും അതിന്റെ ഒരു തരിമ്പ് പോലും അവരാരും ഉടമപ്പെടുത്തിയിട്ടില്ല. അവരൊന്നും അതിൽ പങ്കാളികളല്ല. അള്ളാഹു അവരിൽ ആരെയെങ്കിലും സഹായിയായിട്ട് ഉപയോഗപ്പെടുത്തുകയും ഉണ്ടായിട്ടില്ല. അവർക്കൊന്നും അതില് യാതൊരു വിഹിതവുമില്ല എന്നാണ് ഈ ആരാധ്യന്മാരെ മുൻനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവരെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു ഈ നിഷേധികളായ, മുശ്രിക്കുകളായ മക്കയിലെ ആളുകളോട് പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നു. വസ്തുത ഇതാണ്. എന്നാലും നിങ്ങളൊന്ന് വിളിച്ചു നോക്കൂ, നിങ്ങളുടെ ഈ ആരാധ്യന്മാര്, അവർക്ക് ആകാശങ്ങളുടെയോ ഭൂമിയുടെയോ ഒരു തരിമ്പും അവരുടെ ഉടമസ്ഥതയിലില്ല, അവർക്ക് അതിലൊരു പങ്കാളിത്തവുമില്ല, അള്ളാഹു അവരെ സഹായികളായിട്ട് പ്രയോജനപ്പെടുത്തിയിട്ടുമില്ല. വസ്തുത ഇതാണ് എന്നിരിക്കെ ഇനി നിങ്ങളുടെ ഈ ആരാധ്യന്മാരെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയോ സഹായം തേടുകയോ ചെയ്തു നോക്കൂ, എന്താണ് സംഭവിക്കുക എന്നുള്ളത് അറിയാലോ. ഇതാണ് അള്ളാഹു ഈ ജനങ്ങളോടായിട്ട് പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചുമതലപ്പെടുത്തുന്നത്. എന്നിട്ട് പിന്നെ അള്ളാഹു പറയുകയാണ്, നിങ്ങൾ സങ്കല്പിക്കുന്നത് ഈ ആളുകള്, ഈ ആരാധ്യന്മാര് നിങ്ങൾക്ക് ശഫാഅത്തിനായിട്ട് വരുന്നല്ലേ? അന്ത്യനാള് വരുമ്പോ, അല്ലെങ്കിൽ ആഖിറത്ത് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ വേണ്ടി നിങ്ങളുടെ ഈ ആരാധ്യന്മാര് രംഗത്ത് വരും എന്നതാണല്ലോ നിങ്ങളുടെ കണക്കുകൂട്ടല്, നിങ്ങളുടെ പ്രതീക്ഷ. എന്നാൽ അള്ളാഹു ആ പ്രതീക്ഷയുടെ മുരട് അറുത്തുകൊണ്ട് പറയുകയാണ്, വലാ തൻഫഉ ശഫാഅത്തു ഇൻദഹു, അവന്റെ അടുക്കൽ ശുപാർശ പ്രയോജനപ്പെടുകയേയില്ല. ഇല്ലാ ലിമൻ അദിന ലഹു, ആരുടെ കാര്യത്തിലാണ് അള്ളാഹു അനുവാദം നൽകിയിട്ടുള്ളത് ആ ആളുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യപ്പെടുന്നതിന് വേണ്ടി അള്ളാഹു ആർക്കെങ്കിലും അനുമതി നൽകിയാലല്ലാതെ. അള്ളാഹുവിന്റെ അടുക്കൽ ശഫാഅത്തുണ്ട്, അത് പക്ഷെ ഇവർക്കല്ല, ഈ ആരാധ്യന്മാരായി നിങ്ങൾ കൊണ്ടു നടക്കുന്ന പ്രതിഭാസങ്ങൾക്കല്ല. ഇനി ആർക്കെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ നടത്താൻ സാധിക്കുമെങ്കിൽ അത് അള്ളാഹു അനുമതി നൽകിയിട്ടുള്ളത് ആർക്കാണോ അവർക്ക് മാത്രമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ അങ്ങനെ നമുക്ക് ഒരു പ്രതീക്ഷ നൽകിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നതിനെ കുറിച്ച്
പരാമർശം ഹദീസുകളിലൊക്കെ കാണാൻ കഴിയും. എന്നാൽ ഈ ആരാധ്യന്മാര് നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്ന കണക്കുകൂട്ടലിലാണ് നിങ്ങൾ കഴിയുന്നതെങ്കിൽ കേട്ടോളൂ, വലാ തൻഫഉ ശഫാഅത്തു ഇൻദഹു, അവന്റെ അടുക്കൽ ഒരു ശുപാർശയും വിലപ്പോവുകയില്ല, പ്രയോജനം ചെയ്യുകയില്ല. ഇല്ലാ ലിമൻ അദിന ലഹു, ആരുടെ കാര്യത്തിലാണ് അള്ളാഹു അനുവാദം നൽകിയിട്ടുള്ളത്? അവന്റെ കാര്യത്തിൽ അല്ലെ അവളുടെ കാര്യത്തില് അള്ളാഹു ആർക്കാണോ ശുപാർശ ചെയ്യാൻ അനുവാദം നൽകുന്നത് അവർക്കല്ലാതെ. ആ അള്ളാഹു ആണ് ഇവിടെ വ്യക്തമാക്കുന്നത്, ഇവരെ ഒന്നും, ഈ ആരാധ്യന്മാരൊന്നും തന്നെ ശുപാർശകരായിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ എത്തുകയില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിധത്തിൽ ആ നിർണായകമായ നാളിൽ ഇവർക്കൊന്നും അള്ളാഹുവിന്റെ അടുക്കല് നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ വേണ്ടി വരാൻ സാധിക്കില്ല. കാരണം ശുപാർശക്ക് ആകെ സാധ്യതയുള്ളത് അള്ളാഹു അനുമതി കൊടുക്കുന്ന ആളുകൾക്ക് മാത്രമാണ്. ആരുടെ കാര്യത്തിൽ ശുപാർശ ചെയ്യുവാൻ വേണ്ടി ആർക്കാണോ അള്ളാഹു അനുമതി നൽകുന്നത് അവരുടെ കാര്യത്തിൽ മാത്രമാണ് ശുപാർശ എന്നൊരു സംഗതി ഉള്ളത്. നിങ്ങൾ കരുതുന്ന പോലെ നിങ്ങളുടെ ഈ ആരാധ്യന്മാര് നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ രംഗത്ത് വരികയില്ല, അവർക്ക് അതിന് സാധ്യമല്ല. ഇനി നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുക എന്നതും സാധ്യതയുള്ള സംഗതിയല്ല. ഇല്ലാ ലിമൻ അദിന ലഹു, അള്ളാഹു ആർക്കാണോ അനുമതി നൽകുന്നത് അവർക്കല്ലാതെ ശഫാഅത്ത് എന്നൊരു സംഗതി സാധ്യമല്ല. എത്രത്തോളാണ് കാര്യങ്ങൾ പിന്നീട് മുന്നോട്ട് പോകുന്നത്? ഹത്താ ഇദാ ഫുസിയ അൻ ഖുലൂബിഹിം, അങ്ങനെ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ആ പരിഭ്രമവും വെപ്രാളവും ഭയവും ഒക്കെ നീങ്ങി എന്ന് വെക്കുക. അള്ളാഹു തുടക്കത്തിൽ പറഞ്ഞല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നിങ്ങളുടെ ആരാധ്യന്മാരോട് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ എന്ന് പറഞ്ഞല്ലോ. അതിന്റെ തുടർച്ചയാണ് ഇവിടെ. അത് പറഞ്ഞ ശേഷം തുടർന്ന് പറയുന്നത് ഹത്താ ഇദാ ഫുസിയ അൻ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലെ പരിഭ്രമവും വെപ്രാളപ്പെടലും ഭീതിയും ഒക്കെ ഒന്ന് അടങ്ങിയ ശേഷം, അടങ്ങുമ്പോ ഖാലു, അവര് ചോദിക്കുകയാണ്, മാതാ ഖാല റബ്ബുക്കും, എന്താണ് നിങ്ങളുടെ റബ്ബ് പറയുകയുണ്ടായത്? നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ, ശുപാർശ ചെയ്യാൻ വേണ്ടി റബ്ബിനോട് സംസാരിക്കാൻ വേണ്ടി പോയല്ലോ, എന്തായി? വല്ല സാധ്യതയും തെളിഞ്ഞോ? റബ്ബിന്റെ അടുക്കൽ നിന്ന് വല്ല മറുപടിയും കിട്ടിയോ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോ ഖാലു മാതാ ഖാല റബ്ബുക്കും, എന്താണ് നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയുകയുണ്ടായത്? അപ്പൊ അവരുടെ മറുപടി ഖാലു, അവർ പറയുന്നത് ഇങ്ങനെയാണ്, അൽ ഹഖ്, അൽ ഹഖ്, സത്യം, യാഥാർത്ഥ്യം എന്താണോ അത് സംഭവിക്കും എന്നാണ് അള്ളാഹു അവർക്ക് മറുപടിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഹഖാണ് സ്ഥാപിതമാവുക, സത്യമാണ് നടപ്പിലാവുക. ഇതാണ് അവർക്ക് ലഭിച്ച മറുപടി. വഹുവൽ അലിയുൽ കബീർ, അവൻ ഏറ്റവും ഉന്നതനും ഏറ്റവും വലിയവനും തന്നെയാണ് എന്നാണ് ഈ ശുപാർശക്ക് വേണ്ടി തുനിയുന്ന ആളുകള്, ആരാണോ ശുപാർശ തേടിയിട്ടുള്ളത് അവർക്കായിട്ട് നൽകുന്ന മറുപടി. സൂചിപ്പിക്കപ്പെടുന്ന കാര്യം, മക്കയിലെ മുശ്രിക്കുകൾ സങ്കല്പിക്കുന്ന പോലെ അത്യന്തം പ്രതിസന്ധി നേരിടുന്ന ആ നാളിനെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോ, ഇന്ന് അവർക്ക് വിശ്വാസമില്ല, ഒരു അന്ത്യനാളുണ്ട്, മരണശേഷം പുനർജീവിപ്പിക്കപ്പെടും, അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണക്ക് ഹാജരാക്കപ്പെടും, ഒരു പാരത്രിക ജീവിതമുണ്ട്, അതിൽ ചിലര് ഭാഗ്യവാന്മാരാകും, വേറെ ചിലര് അങ്ങേയറ്റത്തെ ദൗർഭാഗ്യവാന്മാരായിട്ട് മാറും, തുടങ്ങിയ കാര്യങ്ങളിലൊന്നും അവർക്ക് വിശ്വാസമില്ലല്ലോ. പിന്നെ അപ്രതീക്ഷിതമായിട്ട് ആ സംഗതി അവരുടെ കൺമുന്നില് യാഥാർത്ഥ്യമായി വരുമ്പോ അവര് വെപ്രാളപ്പെട്ട് ഓടുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ
ആരാധ്യന്മാരായിട്ട് അവർ സങ്കല്പിച്ചിരുന്നവരെ വിളിക്കാനൊക്കെ അവർ നോക്കുന്നുണ്ട്. പക്ഷെ ആ ഘട്ടത്തില് ആർക്കാണ് ശുപാർശ പ്രയോജനപ്പെടുക? അള്ളാഹുവിന്റെ അനുമതി ഇല്ലാത്ത ഒരാൾക്ക് പോലും ശുപാർശ ചെയ്യാൻ കഴിയില്ല, ഒരാൾക്ക് പോലും ശുപാർശ പ്രയോജനപ്പെടുകയും ഇല്ല. അങ്ങനെ ആ പരിഭ്രമവും വെപ്രാളവും ഒന്ന് കെട്ടടങ്ങുന്ന ഒരു സമയം അത്രയും അവർ കാത്തിരുന്നിട്ടുണ്ടാകും. ആ കാത്തിരിപ്പിനൊടുവിൽ അവർ ചോദിക്കുന്നത്, എന്താണ് നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് ഉത്തരമായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. അതില് വ്യാഖ്യാനത്തിന് വലിയ സാധ്യതയുള്ള, വളരെ ഇന്റർപ്രിട്ടേഷനുള്ള സ്കോപ്പ് നിലനിൽക്കുന്ന ഒരു പ്രതികരണമാണ് അവർ നൽകുന്നത്. അള്ളാഹു എന്താണ് അവരോട് പറഞ്ഞിട്ടുള്ളത്? ഖാലു, അവര് പറഞ്ഞ അൽ ഹഖ്, യാഥാർത്ഥ്യം, സത്യം, ഇതാണ് അവകാശം. ഇങ്ങനെയൊക്കെ പല അർത്ഥത്തിലും അതിനെ കാണാം. അപ്പൊ ഹഖാണ് എല്ലാറ്റിന്റെയും മാനദണ്ഡമായിരിക്കുക എന്നാണ് അള്ളാഹു അവരോട് പ്രതികരണമായിട്ട് അറിയിച്ചിട്ടുള്ളത് എന്നാണ് അവരുടെ മറുപടി. വഹുവൽ അലിയുൽ കബീർ, അവൻ അത്യുന്നതനും ഏറ്റവും മഹാനും ഏറ്റവും വലിയവനുമാണ് എന്നത് ഏറ്റുപറയുക മാത്രമാണ് അവർ ആ ഘട്ടത്തിൽ ചെയ്യുന്നത്. ഇവര് സങ്കല്പിച്ചിരുന്ന പോലെ ആ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ ആരുടെയെങ്കിലുമൊക്കെ ശുപാർശ കൊണ്ട് രക്ഷപ്പെട്ട് കളയാം എന്നത് അവരുടെ വെറും വ്യാമോഹം മാത്രമായിരുന്നു. യഥാർത്ഥത്തിൽ ആരുടെ കാര്യത്തിലാണോ ശുപാർശക്ക് അർഹതയുണ്ടായിരുന്നത്, ആർക്കാണോ ശുപാർശക്ക് അനുമതി നൽകപ്പെട്ടത്, അവരുടെ കാര്യത്തിൽ തന്നെ ശുപാർശ അങ്ങേയറ്റം പ്രയാസകരമായതായിരുന്നു, അല്ലെങ്കിൽ പ്രയാസകരമായതായിരിക്കും എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അള്ളാഹു അനുമതി നൽകിയവർക്ക് മാത്രമാണല്ലോ അള്ളാഹുവിന്റെ അടുക്കല് ആർക്കെങ്കിലും വേണ്ടി ശുപാർശ ചെയ്യാൻ സാധിക്കുക. ഇത് എന്റെ ആളാണ്, അവൻ എന്ത് ചെയ്തും രക്ഷപ്പെടുത്തിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ആരും അങ്ങോട്ട് ഓടിക്കിതച്ച് വന്നിട്ട് കാര്യമില്ല. അവർക്ക് അനുമതി നൽകപ്പെടുന്നതല്ല, അത് ശുപാർശക്കുള്ള അവസരം ലഭിക്കുന്നതല്ല. ആർക്കു വേണ്ടിയാണോ ശുപാർശ നടത്തപ്പെടുന്നത് അവർക്കത് പ്രയോജനപ്പെടുകയും ഇല്ല. അത് ഒരു എളുപ്പമായ കാര്യമാണ് എന്ന് ആരും സങ്കല്പിക്കേണ്ടതുമില്ല. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കല് ശുപാർശ ചെയ്യാൻ അള്ളാഹു അനുമതി നൽകുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ആ ശഫാഴത്തിനുള്ള അനുമതി പ്രയോജനപ്പെടുത്തുന്നത് ആരുടെ കാര്യത്തിലാണ് എന്നത് അള്ളാഹുവിന്റെ തൃപ്തി അനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ ഒരാൾക്ക് വേണ്ടിയും ശഫാഴത്ത് ചെയ്യാൻ സാധ്യമല്ല. എന്നാൽ ഈ ശുപാർശ തേടിക്കൊണ്ടുള്ള ഇവരുടെ ഈ അഭ്യർത്ഥന, ഇവരുടെ ഈ വിളിച്ച് പ്രാർത്ഥിക്കല്, അവരുടെ ആ പരിഭ്രമവും വെപ്രാളവും ഒക്കെ കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ ചോദിച്ചെന്ന് വരും, എന്താണ് റബ്ബ് പറഞ്ഞത്? ഞങ്ങൾ കുറെ നേരമായല്ലോ നിങ്ങളോട് ശുപാർശ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് കാത്തിരിക്കുന്നത്, എന്തായി, എന്താണ് ഉത്തരം? അപ്പോ ലഭിക്കുന്ന മറുപടി അൽ ഹഖ് എന്നാണ്. സ്ഥാപിതമാകാൻ പോകുന്നത് സത്യമാണ്, അവകാശമാണ്, യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് യാഥാർത്ഥ്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതല്ലാത്ത എന്ത് നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളുകളാണെങ്കിലും അവരുടെ കാര്യത്തിൽ ഈ ശഫാഴത്ത് ലഭിക്കുകയില്ല, ശഫാഴത്ത് പ്രയോജനപ്പെടുകയും ഇല്ല എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന കാര്യം. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന ആളുകളുടെ കാര്യത്തില് അവരുടെ ജീവിതത്തെയോ ജീവിതത്തിന്റെ ജീവിത ഭാഗതയെയോ ഒന്നും തന്നെ അത്ര ഗൗരവത്തിലൊന്നും എടുത്തിട്ടില്ല. മരണം എന്നതൊരു യാഥാർത്ഥ്യമാണെങ്കിലും അതിനുശേഷം ഒരു പുനർജീവിപ്പിക്കലുണ്ടാകും, അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ഒരു നാളുണ്ട്, അതിനെ തുടർന്നുള്ള പരിണതികൾ ഉണ്ടാകും എന്നതൊന്നും അവരങ്ങനെ മനസ്സിലേക്ക് എടുത്തിട്ടില്ല.
അവരതിനെ വളരെ ഉപരിപ്ലവമായ ഒരു തലത്തിൽ മാത്രം വെച്ചുകൊണ്ട് അങ്ങനെ ഭൗതിക ജീവിത ആസക്തിയിൽ ആണ്ടുകിടക്കുകയാണ്. അവർക്ക് വേറെ കാര്യങ്ങളിലൊന്നും അങ്ങനെ പറയത്തക്ക ആവേശമോ താല്പര്യമോ ഒന്നും കാണിക്കുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഉള്ളത്. അവർ കണക്ക് കൂട്ടുന്നത് ഇനി അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളുടെ മഅബൂദുകള്, ഞങ്ങളുടെ ആരാധ്യന്മാര് ഞങ്ങളെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടുത്താതിരിക്കില്ല എന്നതാണ്. എന്നാൽ അള്ളാഹുവിടെ വെട്ടിത്തുറന്ന് പറയുന്നത് ഈ ആരാധ്യന്മാർക്കൊന്നും തന്നെ ആർക്കു വേണ്ടിയും ശുപാർശ നടത്താൻ കഴിയുന്ന ഒരവസ്ഥ അന്നുണ്ടാവില്ല. ആകാശങ്ങളിൽ ഒരു തരിമ്പ് പോലും അവരുടെ ഉടമസ്ഥതയിലല്ല, ഭൂമിയിലും യാതൊന്നും അവരുടേതല്ല. അവയുടെ സൃഷ്ടിപ്പില് അള്ളാഹുവിനോടൊപ്പം അവർക്കൊരു പങ്കാളിത്തവും ഉണ്ടായിരുന്നില്ല. അവരെ ആരെയും അള്ളാഹു സഹായിയായിട്ട് സ്വീകരിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ വിളിച്ചു നോക്ക്, അവരാരെങ്കിലും നിങ്ങളുടെ സഹായത്തിന് എത്തുമോ എന്ന്, നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുമോ എന്ന്. അപ്പോ അത്യന്തം പരിതാപകരമായ നിരാശാജനകമായ ഒരവസ്ഥയെ ആയിരിക്കും ആ ഘട്ടത്തിൽ അവര് നേരിടുക എന്നതാണ് അള്ളാഹു ഈ ആയത്തുകളിൽ വ്യക്തമാക്കുന്നത്. മക്കയിലെ മുശ്രിക്കുകളായ ആളുകളോട് അള്ളാഹു വ്യക്തമായി പറയുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇവിടെ ചുമതലപ്പെടുത്തുന്നതും അങ്ങനെ ഒരു കാര്യമാണ്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.